വെള്ളം വെക്കാൻ മറ്റ് സ്ഥലം എവിടെയാണ് എന്നുള്ളത് കൂടി ഇവർ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ വെള്ളം വെക്കാനുള്ള സ്ഥലം ആ വണ്ടിയിൽ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആരാണ്? അതുമാത്രമല്ല, പത്തനാപുരം ഡിപ്പോയിൽ മാത്രമല്ല കേരളം ഒട്ടുക്കും KSRTC-യുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. വലിയ KSRTC-യിലെ CITU നേതാക്കൾ അവർ ഭരിക്കുന്ന അവരുടെ സംവിധാനമാക്കി മാറ്റി, അവർ ലായകമാക്കി മാറ്റിയാണ് ഈ സംവിധാനത്തെ തച്ചു തകർത്തതെന്ന് KSRTC ജീവനക്കാർ തന്നെ നമ്മളിൽ പലരുമായി സംവദിക്കുകയാണ്. അപ്പോൾ അവിടെ അഴിമതിയുടെ പ്രശ്നമുണ്ട്, കറപ്ഷന്റെ പ്രശ്നമുണ്ട്, താൻ പോരിമയുടെ പ്രശ്നമുണ്ട്, ഇവരുടെ അതിപ്രസരം, സംഘടനകളുടെ അതിപ്രസരം, പ്രത്യേകിച്ച് CITUവിന്റെ അതിപ്രസരം അതിനുള്ളിലുണ്ട്. അങ്ങനെ ഈ ഗതാഗത സംവിധാനത്തെ നശിപ്പിക്കാൻ പ്രൈവറ്റ് ബസ്സുമാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയാണോ ഈ പണിയുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട്, മന്ത്രി അദ്ദേഹം KSRTC മന്ത്രിയായിരുന്നു, മുമ്പും KSRTC മന്ത്രിയായിരുന്ന ആളാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് മറ്റൊരാൾ വഴി സ്വന്തം ശ്വാസമുക്തി ഉണ്ടായിരുന്നതാണ്. അവർക്ക് CPM ശ്രീ വസന്ത്, താങ്കൾ കേൾക്കാനാവുന്നുണ്ടോ? പത്തനാപുരത്താണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. പത്തനാപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇതിന് ആധാരമാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവങ്ങളൊക്കെയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ ഈ ഒരു ബസ്സിൻ്റെ മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പി, കുടിവെള്ളത്തിനായി കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പി, ശ്രീ വസന്ത് താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾക്ക് ഞാൻ പറഞ്ഞു വന്നത്, ഈ KSRTC മന്ത്രിയുടെ ഷോകൾ മാത്രം ഒരു ഷോ മിനിസ്റ്ററായി അദ്ദേഹം അധപതിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹം ചില പോരായ്മകൾ ആ സംവിധാനത്തിനുള്ളിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ സർക്കാർ എന്താണ് ആ പോരായ്മയെ പരിഹരിക്കാൻ വേണ്ടി ചെയ്തത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇപ്പോ മുൻ KSRTC മന്ത്രിയുടെ കാലത്ത് അനാവശ്യമായി വാങ്ങിച്ചു കൂട്ടിയ സ്ഥലങ്ങൾ, അതായത് KSRTC-ക്കുള്ളത്ര സ്വത്ത് മറ്റാർക്കാണുള്ളത്? അത് അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. അതിന്റെ പലിശയോ കടമോ തിരിച്ചടിക്കാൻ ഈ സർക്കാരിനോ ഈ മന്ത്രിക്കോ സാധിക്കുന്നില്ല. ആ കൊടുക്കേണ്ട പണം മാറ്റി വെച്ചുകൊണ്ട് KSRTC വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ സാലറി എങ്കിലും കൊടുക്കുന്നത്. സാലറി കൊടുക്കുന്നത് നല്ല കാര്യം, പക്ഷേ വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. എന്നിട്ട് KSRTC ജീവനക്കാരുടെ മെക്കിട്ട് കയറുക, അത് സാധാരണക്കാരായ ജീവനക്കാരുടെ മെക്കിട്ട് കയറുക. CITU നേതാക്കളോട് പറയാനുള്ള ആർജവം മന്ത്രിക്കുണ്ടാകുമോ? ഇപ്പൊ നോക്കൂ, ഇന്ന് പത്തനാപുരത്ത് ചില കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മന്ത്രിയുടെ തന്നെ ഡിപ്പോയിലുള്ള പ്രശ്നങ്ങളെ പറ്റി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ കൈകാര്യം ചെയ്യണം. ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകൻ, എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് ഷാജുഹാൻ അടക്കമുള്ളവരെ പോലീസിനെ വിട്ടും അവിടുത്തെ സംഘടനാ നേതാക്കളെ വിട്ടും കൈകാര്യം ചെയ്ത് കളഞ്ഞേക്കാം എന്ന കണക്കിനാണ് ഇവർ പെരുമാറുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ എന്ന് പറയുന്ന അതേ KSRTC-യും അതേ മന്ത്രി. നോക്കുന്ന ഈ KSRTC ബസ്സിന്റെ പുറകിൽ എഴുതില്ലേ, ഇഫ് ഐ ആം ഡ്രൈവിംഗ് അൺകെയർഫുള്ളി പ്ലീസ് കോൾ, ആ നമ്പർ ഇവന്മാർ വലിച്ചു കീർക്കളയും. എന്നാൽ ഇനി നമ്പർ കിട്ടി നമ്മളങ്ങോട്ട് വിളിക്കുന്നു തന്നെ ഇരിക്കട്ടെ. അതായത് KSRTC ആവശ്യപ്പെടുകയാണ് അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ എന്ന് പറയുന്ന അതേ KSRTC തന്നെ അവരുടെ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒന്നാമത്തെ ഡിപ്പോയിലെ തന്നെ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ കായികമായി കൈകാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുന്നത് ആറ് ഒത്താശ വാങ്ങിയിട്ടാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മന്ത്രി അറിഞ്ഞുകൊണ്ടല്ലാതെ, മന്ത്രിയുടെ അനുവാദമില്ലാതെ, ഗണേഷ് കുമാറിന്റെ പിന്തുണയില്ലാതെ ഇത്തരം പരിപാടിയായി ഇറങ്ങാൻ പത്തനാപുരത്തെ പോലീസോ KSRTC ജീവനക്കാരോ തയ്യാറാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഇനി ഞങ്ങളെ എല്ലാവരെയും അങ്ങ് കൈകാര്യം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിഷേധം അങ്ങ് തീരും എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന പൊതു സംവിധാനമാണ്. UDF-ഉം കോൺഗ്രസും ഒക്കെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. കുഞ്ഞിനെ ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ അതിനെ വളർത്താനും സംരക്ഷിക്കാനും അറിയാവുന്നവർ തന്നെയാണ് കോൺഗ്രസുകാർ. KSRTC ഞങ്ങളുടെ സംഭാവനയാണ്, ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സംവിധാനമാണ്, ഞങ്ങൾ പരിപാലിച്ച സംവിധാനമാണ്. അതിനെ മുച്ചൂടും തച്ചു തകർത്തേക്കാമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാ ആവശ്യത്തിലും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഏതറ്റം വരെ പോയി ഞങ്ങൾ സമരം ചെയ്യും എന്നതിലൊന്നും യാതൊരു സംശയവുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.